ഹലോ എവ്രി വൺ, വെൽക്കം ടു അവർ ചാനൽ സ്റ്റേ ലേൺഡ്. ഇന്ന് നമ്മൾ ഡേ 10 ആണ്. സബ്ജക്റ്റ് ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് റിസർച്ച് മെത്തഡോളജീൻ്റെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ റിസർച്ച് ഈസ് ഓൺലി എ ഡാഷ് ആർ എൻക്വയറി ഇൻ ടു ദ എക്സിസ്റ്റിംഗ് സിസ്റ്റം ഓഫ് നോളേജ് ടു disapprove or approve or to arrive at a new conclusion for the betterment of existing system. ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സിസ്റ്റത്തിൻ്റെ ഒരു ബെറ്റർ നോളേജ് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന റിസർച്ച് ഏത് ടൈപ്പ് ഓഫ് റിസർച്ച് ആണ്? ഓപ്ഷൻ എ സിസ്റ്റമാറ്റിക്, ഓപ്ഷൻ ബി കമ്പ്യൂട്ടറൈസ്ഡ്, ഓപ്ഷൻ സി ജനറൽ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ഓപ്ഷൻ എ സിസ്റ്റമാറ്റിക് റിസർച്ച് ആണ് ഇതിൻ്റെ ആൻസർ. സിസ്റ്റമാറ്റിക് റിസർച്ച് ആണ് നമ്മൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോബ്ലത്തിനെ കുറിച്ച് എഗെയിൻ ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്ത് അതിൻ്റെ ഒരു ക്ലിയർ കൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കുന്നത്. ദെൻ ഇറ്റ് വിൽ ബി ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ. സോ ദ ആൻസർ ഈസ് സിസ്റ്റമാറ്റിക് റിസർച്ച്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡാഷ് തിയറി റെപ്രസെൻറ്റ്സ് ദ കോമൺ വ്യൂ ഓഫ് ദ നേച്ചർ ഓഫ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ തിയറി ആൻഡ് ദ റിസർച്ച്. തിയറീൻ്റെയും റിസർച്ചിൻ്റെയും ഒരു കോമൺ വ്യൂ ഓഫ് റിലേഷൻഷിപ്പ് കൊണ്ടുവന്നത് ഏത് ടൈപ്പ് ഓഫ് റിസർച്ചാണ്? ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി ഡിഡക്ഷൻ. ഡിഡക്ഷൻ തിയറിയിലാണ് പറയണത് ജനറൽ കാറ്റഗറിയിൽ നിന്ന് സ്പെസിഫിക് ആയിട്ടുള്ളൊരു പോയിൻറ്റിന് വേണ്ടി നമ്മൾ റിസർച്ച് കണ്ടക്ട് ചെയ്യണത്. ഡിഡക്ഷൻ എന്ന് പറയുന്നത് ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നതിൻ്റെ അപ്രോച്ചാണ്. ദെൻ ഇൻഡക്ഷൻ എന്ന് പറയുമ്പോൾ സ്പെസിഫിക് ആയിട്ടുള്ളൊരു കാറ്റഗറിയിൽ നിന്ന് ജനറൽ ഫൈൻഡിങ്സ് എത്താൻ വേണ്ടിയാണ് നമ്മൾ ഇൻഡക്ഷൻ തിയറി കൊണ്ടുവരുന്നത്. സോ അപ്പോൾ തിയറീൻ്റെയും റിസർച്ചിൻ്റെ ഒരു കോമൺ വ്യൂ, റിലേഷൻഷിപ്പിൻ്റെ ഒരു കോമൺ വ്യൂ കൊണ്ടുവരുന്നത് ഡിഡക്ഷൻ അപ്രോച്ചിലാണ്. ആൻഡ് ദ തേർഡ് ക്വസ്റ്റ്യൻ, ഡാഷ് റിസർച്ച് ഈസ് എ പ്രിലിമിനറി സ്റ്റഡി ഓഫ് എ ന്യൂ പ്രോബ്ലം എബൌട്ട് വിച്ച് ദ റിസർച്ചർ ഹാസ് ലിറ്റിൽ ഓർ നോ നോളേജ്. ഏത് സ്റ്റഡിയിലാണ് റിസർച്ചറിന് ഒന്നോ കുറച്ച് നോളേജ് ഉണ്ടാവും, ഇല്ലെങ്കിൽ നോളേജ് ഉണ്ടാവില്ല? അത് ഏത് ടൈപ്പ് ഓഫ് റിസർച്ചാണ്? ആൻസർ ഓപ്ഷൻ ബി എക്സ്പ്ലോറേറ്ററി റിസർച്ച്. എക്സ്പ്ലോറേറ്ററി റിസർച്ചാണ് നമ്മൾ ഇനീഷ്യൽ റിസർച്ച് ഓർ ഫോർമുലേറ്റീവ് റിസർച്ച് എന്ന് പറയാം. ഇതൊരു പ്രോബ്ലത്തിനെ കുറിച്ച് ഫസ്റ്റ് ടൈമായിട്ട് റിസർച്ച് ചെയ്യുന്നതിനാണ് നമ്മൾ എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറയുന്നത്. സോ അവിടെ ആ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്ന പേഴ്സണ് ഒന്ന് ആ കാര്യത്തിനെ കുറിച്ച് നോളേജ് അത്രയ്ക്കൊന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ചെറുതായിട്ടൊരു നോളേജ് ഉണ്ടാവും. അതാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച്. ദെൻ ദ ഫോർത്ത് ക്വസ്റ്റ്യൻ, സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് ബിലോങ്സ് ടു. സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് എന്ന് പറയുന്നത് ഏതിലാണ്? ഓപ്ഷൻ എ കോട്ട സാമ്പിളിംഗ്, ഓപ്ഷൻ ബി നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്, ഓപ്ഷൻ സി പ്രോബബിലിറ്റി സാമ്പിളിംഗ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ഓപ്ഷൻ സി പ്രോബബിലിറ്റി സാമ്പിളിംഗ്. പ്രോബബിലിറ്റി സാമ്പിളിംഗിലാണ് സിസ്റ്റമാറ്റിക് പ്രോബബിലിറ്റി സാമ്പിളിംഗിൻ്റെ ടെക്നിക്സ് ആണ് സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്, മൾട്ടി സ്റ്റേജ് ക്ലസ്റ്റർ സാമ്പിളിംഗ്, ക്ലസ്റ്റർ സാമ്പിളിംഗ്, സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട്. ദെൻ ദ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് പെർട്ടിക്കുലർലി യൂസ്ഫുൾ വെൻ വി ഹാവ് ടു കമ്പ്യൂട്ട് ദ മീൻ ഓഫ് മീൻസ്. ഒരു മീനിൻ്റെ മീൻ കമ്പ്യൂട്ട് ചെയ്യാൻ നമുക്ക് ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുക? ഓപ്ഷൻ എ arithmetic mean, option B geometric mean, option C weighted arithmetic mean, option D none of this. The answer is weighted arithmetic mean ആണ് ഒരു മീനിൻ്റെ മീൻ കമ്പ്യൂട്ട് ചെയ്യാൻ യൂസ്ഫുൾ ചെയ്യുന്നത്. And the sixth question, in a unimodal and systematic distribution, the relationship between average is like ഒരു unimodal systematic distributionൽ ആവറേജ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഓപ്ഷൻ എ മീൻ ഈക്വൽ ടു മീഡിയൻ ഈക്വൽ ടു മോഡ്, ഓപ്ഷൻ ബി മീൻ ഈസ് ഗ്രേറ്റർ ദാൻ മീഡിയൻ ആൻഡ് മീഡിയൻ ഈസ് ഗ്രേറ്റർ ദാൻ മോഡ്, ഓപ്ഷൻ സി മീൻ ഈസ് ലെസ് ദാൻ മീഡിയൻ ആൻഡ് മീഡിയൻ ഈസ് ലെസ് ദാൻ മോഡ്, ഓപ്ഷൻ ഡി all of the above. Here the answer is option A, mean is equal to median and median is equal to mode. And the seventh question, match the following ആണ്. ഫസ്റ്റ് സൈഡിൽ റേഞ്ച്, മോഡ്, മീൻ, മീഡിയൻ ഉണ്ട്. നെക്സ്റ്റ് സൈഡിൽ നോട്ട് ബേസ്ഡ് ഓൺ ഓൾ ഒബ്സർവേഷൻ ഓഫ് ഡാറ്റ. സെക്കൻഡ് വൺ, മിഡിൽ വാല്യൂ ഓഫ് എ സീരീസ് അറേഞ്ച്ഡ് ഇൻ എനി ഓർഡർ ഓഫ് മാഗ്നിറ്റ്യൂഡ്. തേർഡ് വൺ, it can be used even when classes are open-ended. And the fourth one is the most simple and frequent used average. നമുക്കറിയാം റേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? ഹയസ്റ്റ് വാല്യൂ മൈനസ് ലോവസ്റ്റ് വാല്യൂ ആണ്. അവിടെ ഹയസ്റ്റ് വാല്യൂം ലോവസ്റ്റ് വാല്യൂ മാത്രമേ എടുക്കുള്ളൂ, ബാക്കിയുള്ള ഒബ്സർവേഷൻ എടുക്കില്ല. സോ റേഞ്ചിൻ്റെ ആൻസർ ഏതാണ്? ഫസ്റ്റ് വൺ തന്നെയാണ്. നോട്ട് ബേസ്ഡ് ഓൺ ഓൾ ഒബ്സർവേഷൻ ഇൻ ദ ഡാറ്റ. ഡാറ്റയിലുള്ള എല്ലാ ഒബ്സർവേഷനെയും ബേസ് ചെയ്തിട്ടല്ല റേഞ്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദെൻ മോഡ് എന്ന് പറയുന്നത് എന്താണ്? ക്യാൻ ബി യൂസ്ഡ് ഈവൻ വെൻ ദ ക്ലാസ്സസ് ആർ ഓപ്പൺ എൻഡഡ്. ഓപ്പൺ എൻഡ് ക്ലാസ്സസ് ഉണ്ടെങ്കിൽ നമുക്ക് മോഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ മീൻ എന്ന് പറയുന്നത്
ഇറ്റ് ഈസ് ദ മോസ്റ്റ് സിമ്പിൾ ആൻഡ് ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് ആവറേജ്. മീൻ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ആവറേജ് ആണ്. ആൻഡ് ദ ലാസ്റ്റ് വൺ മീഡിയൻ. മീഡിയൻ എന്ന് പറയുന്നത് നമ്മൾ ഡാറ്റേനെ അസെൻഡിങ് ഓർഡർ ഓർ ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യുക. സോ മീഡിയൻ, middle value of a series arranged in any order of magnitude. So the answer is A1, B3, C4, D2. Then the eighth question, which is the best method of presentation of data from the best to ordinary? ബെസ്റ്റ് പ്രസൻറ്റേഷൻ നിന്ന് ഓർഡിനറി പ്രസൻറ്റേഷനിലുള്ള ഓർഡറിൽ ഫോം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ടെക്സ്റ്റൽ റിപ്രസെൻറ്റേഷൻ ഉണ്ട്, ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഉണ്ട്, ടാബുലേഷൻ പ്രസൻറ്റേഷൻ ഉണ്ട്. ദ മോസ്റ്റ് കോമൺ എന്ന് പറയുന്നത് ഫസ്റ്റ് ടാബുലേഷൻ പ്രസൻറ്റേഷൻ ആണ്, പിന്നെ ഡയഗ്രാമാറ്റിക് പ്രസൻറ്റേഷൻ ആണ്, ലാസ്റ്റ് ആയിട്ടാണ് നമ്മൾ ടെക്സ്റ്റൽ പ്രസൻറ്റേഷന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി 3, 2, 1. And the ninth question, the range based on middle 50% of the observation is called. മിഡിൽ 50% വെച്ച് നമ്മൾ റേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യണതാണ് എന്ത്? ഇൻ്റർ ക്വാർട്ടൈൽ ഡീവിയേഷൻ. ആൻഡ് ദ 10th question, which measure of dispersion is square of standard deviation? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയർ ഏത് മെഷർ ഓഫ് ഡിസ്പേർഷൻ ആണ്? ഓപ്ഷൻ എ വേരിയൻസ്, ഓപ്ഷൻ ബി റേഞ്ച്, ഓപ്ഷൻ സി ക്വാർട്ടൈൽ ഡീവിയേഷൻ, ഓപ്ഷൻ ഡി മീൻ ഡീവിയേഷൻ. ഹിയർ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ വേരിയൻസ്. വേരിയൻസ് ആണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ആൻസറിന് സ്ക്വയർ ചെയ്തു വെച്ചാൽ കിട്ടണത്. Question number 11. A dash analysis is a preliminary investigation or informal gathering of background information. ഒരു ബാക്ക്ഗ്രൗണ്ട് ഇൻഫോർമേഷനെ കുറിച്ച് ഒരു പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത് ഏത് ടൈപ്പ് ഓഫ് അനാലിസിസ് ആണ്? ഓപ്ഷൻ എ എക്സ്പെരിമെൻ്റൽ, ഓപ്ഷൻ ബി കാഷ്വൽ, ഓപ്ഷൻ സി ഡിസ്ക്രിപ്റ്റീവ്, ഓപ്ഷൻ ഡി സിറ്റുവേഷണൽ. ഹിയർ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി സിറ്റുവേഷണൽ. സിറ്റുവേഷണൽ അനാലിസിസ് ആണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഇൻഫോർമേഷൻ, നമ്മുടെ സിറ്റുവേഷൻ്റെ ഒരു സ്റ്റഡി കണ്ടക്ട് ചെയ്യണത്. And the 12th question, dash is a true measure of dispersion. ഡിസ്പേർഷൻ്റെ ട്രൂ മെഷർ എന്ന് പറയുന്നത് ഏതാണ്? ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി മീൻ ഡീവിയേഷൻ ആണ് ഡിസ്പേർഷൻ്റെ ട്രൂ മെഷർ എന്ന് പറയുന്നത്. ആൻഡ് ദ 13th question, a dash study is a small scale preliminary study conducted before the main research in order to check the feasibility ആൻഡ് ടു ഇംപ്രൂവ് ദ ഡിസൈൻ ഓഫ് ദ റിസർച്ച്. ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മളൊരു സ്മോൾ സ്റ്റഡി ചെയ്യും. എന്തിനാണെന്ന് വെച്ചാൽ ആ സ്റ്റഡി നമുക്ക് കണ്ടക്ട് ചെയ്യുന്നത് യൂസ്ഫുൾ ആണോ, അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് അനലൈസ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു സ്മോൾ സ്റ്റഡി ചെയ്യും. ആ സ്റ്റഡീൻ്റെ പേരാണ് എന്ത്? ഓപ്ഷൻ എ ഡിസ്ക്രിപ്റ്റീവ്, ഓപ്ഷൻ ബി കാഷ്വൽ, ഓപ്ഷൻ സി പൈലറ്റ്, ഓപ്ഷൻ ഡി ഫോക്കസ് ഗ്രൂപ്പ്. ദ ആൻസർ ഈസ് പൈലറ്റ് സ്റ്റഡി. പൈലറ്റ് സ്റ്റഡിയാണ് മെയിൻ സ്റ്റഡി കണ്ടക്ട് ചെയ്യുന്ന മുന്നേ നമ്മൾ സ്മോൾ ആയിട്ട് ചെയ്യുന്ന ഒരു സ്റ്റഡി. Then the question number 14, under dash sampling method the population or universe is divided into number of clusters for large group. ഏത് സാമ്പിളിംഗ് മെത്തേഡിലാണ് നമ്മൾ യൂണിവേഴ്സിനെ കുറേ ക്ലസ്റ്റേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണത്? ഇതിൻ്റെ തിയറി ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. സാമ്പിളിംഗ് ടെക്നിക്സിലെ ഒന്നാണ് ക്ലസ്റ്റർ സാമ്പിളിംഗ്. സോ ക്ലസ്റ്റർ സാമ്പിളിങ്ങിലാണ് നമ്മൾ യൂണിവേഴ്സിനെ കുറച്ച് ക്ലസ്റ്റേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ആ ക്ലസ്റ്റേഴ്സ് എന്നായിരിക്കും നമ്മൾ സാമ്പിൾസ് പിക്ക് ചെയ്യണത്. And the 15th question, which of the following can be calculated for grouped data with open-end classes? ഓപ്പൺ-എൻഡ് ക്ലാസ്സസിന് വേണ്ടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ബെസ്റ്റ് മെത്തേഡ് ഏതാണ്? ഓൾറെഡി നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. മോഡാണ് ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ മീഡിയനും ഒരു ബെസ്റ്റ് മെത്തേഡാണ്. സോ ദ ആൻസർ ഈസ് ബോത്ത് മീഡിയൻ ആൻഡ് മോഡ്. 16th question, important objective of statistical analysis is to get dash that describes the characteristics of the entire data. നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ചെയ്യണതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ്? ഓപ്ഷൻ എ സിംഗിൾ വാല്യൂ, ഓപ്ഷൻ ബി ആവറേജ് വാല്യൂ, ഓപ്ഷൻ സി സെൻട്രൽ വാല്യൂ, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദിസ്. നമ്മളൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് കണ്ടക്ട് ചെയ്യണത്, ഒരു ഹോൾ ഡാറ്റേൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് കണ്ടക്ട് ചെയ്യണത് ഓൾ ഓഫ് ദീസ് ആണ്. സിംഗിൾ വാല്യൂ കിട്ടാനും ആവറേജ് വാല്യൂ കിട്ടാനും ആൻഡ് സെൻട്രൽ വാല്യൂ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ എന്താ ചെയ്യണത്? സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് കണ്ടക്ട് ചെയ്യുന്നത്. മീൻ എന്ന് പറയുന്നത് ആവറേജ് കണ്ടുപിടിക്കാൻ, മീഡിയൻ സെൻട്രൽ വാല്യൂ കണ്ടുപിടിക്കാൻ, ആൻഡ് മോഡ് എന്ന് പറയുന്നത് മോസ്റ്റ് റിപ്പീറ്റിംഗ് സിംഗിൾ വാല്യൂ കണ്ടുപിടിക്കാൻ. സോ ദ ആൻസർ ഈസ് ഓൾ ഓഫ് ദീസ് എബോവ്. 17th question, a dash design is a definite plan for obtaining a sample from a given population. ഒരു തന്നിരിക്കുന്ന പോപ്പുലേഷൻ നിന്ന് സാമ്പിളിനെ പിക്ക് ചെയ്യണ ഒരു പ്ലാൻ പ്രിപ്പയർ ചെയ്യും നമ്മൾ. ആ പ്ലാനിനെ നമ്മൾ എന്തെന്ന് പറയും? ഓപ്ഷൻ എ റിസർച്ച്, ഓപ്ഷൻ ബി സാമ്പിൾ, ഓപ്ഷൻ സി പോപ്പുലർ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ഹിയർ ദ ആൻസർ ഈസ് ഓപ്ഷൻ
ബി സാമ്പിൾ ഡിസൈൻ. സാമ്പിൾ ഡിസൈൻ ആണ് നമ്മൾ സാമ്പിൾ ഗിവൺ പോപ്പുലേഷൻ നിന്ന് എടുത്ത സാമ്പിളിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യണ ഡിസൈൻ. ഒരു ഹോൾ റിസർച്ചിന് വേണ്ടി നമ്മളൊരു പ്ലാന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അതിന് റിസർച്ച് ഡിസൈൻ എന്നും പറയും. ആൻഡ് ദ 18th ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർ ഈസ് ബേസ്ഡ് ഓൺ ഓൾ ഒബ്സർവേഷൻ. എല്ലാ ഒബ്സർവേഷൻ നിന്നും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷറിനെ നമ്മൾ എന്ത് പറയും? ഓപ്ഷൻ എ ഹാർമോണിക് മീൻ, ഓപ്ഷൻ ബി റേഞ്ച്, ഓപ്ഷൻ സി മോഡ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്. ദ ആൻസർ ഈസ് ഓപ്ഷൻ എ ഹാർമോണിക് മീൻ. റേഞ്ച് എന്ന് പറയുന്നത് ഹയസ്റ്റും ലോവസ്റ്റും ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണത്. മോഡ് എന്ന് പറയുന്നതിൽ മോസ്റ്റ് റിപ്പീറ്റിംഗ് വാല്യൂ ആണ്. സോ ഹാർമോണിക് മീൻ ആണ് എല്ലാ വാല്യൂസും യൂസ് ചെയ്തിട്ട് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർ കാൽക്കുലേറ്റ് ചെയ്യണത്. ആൻഡ് ദ 19th ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പെർഷൻ. ഇന്നലെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഡിസ്പെർഷനിൽ 2 മെഷറുണ്ട്, റിലേറ്റീവ് മെഷറും ഒബ്സല്യൂട്ട് മെഷറും. ഒബ്സല്യൂട്ട് മെഷർ എന്ന് പറയുമ്പോൾ റേഞ്ച്, മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. റിലേറ്റീവ് മെഷർ എന്ന് പറയുമ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് മീൻ ഡീവിയേഷൻ, കോഎഫിഷ്യൻ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, വേരിയൻസ് അങ്ങനെയൊക്കെയാണ്. സോ ഇതിലേതാണ് റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പെർഷൻ? ദ ആൻസർ ഈസ് ഓപ്ഷൻ സി, ബോത്ത് എ ആൻഡ് ബി ആണ്. വേരിയൻസും കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷനും റിലേറ്റീവ് മെഷർ ഓഫ് ഡിസ്പെർഷൻ്റെ ഒരു ടെക്നിക്കാണ്. ആൻഡ് ദ 20th ക്വസ്റ്റ്യൻ, ഇൻഡിവിജ്വൽ സീരീസ് മീൻ. ഇൻഡിവിജ്വൽ സീരീസ് എന്ന് പറയുന്നത് എന്താണ്? വെൻ ഐറ്റംസ് ആർ characterized singularly and not in groups. Option B, when items are categorized qualitatively. Option C, where items are categorized in groups showing definite breaks from one point to another. Option D, all of the above. The answer is option A. ഇൻഡിവിജ്വൽ സീരീസ് എന്ന് പറയുന്നത് ഒരു ഐറ്റംസിനെ നമ്മൾ ഗ്രൂപ്പായിട്ട് തിരിക്കാണ്ട് സിംഗുലർ ആയിട്ട് തിരിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഡിവിജ്വൽ സീരീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 21. If one variable depends upon another variable is termed as. ഒരു വേരിയബിൾ ഇന്നൊരു വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? ഓപ്ഷൻ ബി, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയും. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുമ്പോൾ ഒരു വേരിയബിൾ ഇന്നൊരു വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്യാണ്ടുള്ളതാണ്. ദെൻ എക്സ്ട്രീനിയസ് വേരിയബിൾ എന്ന് പറയുമ്പോൾ ഇത് തമ്മിൽ റിലേഷൻ ഉണ്ടാവില്ല, പക്ഷേ എന്തെങ്കിലും ഒരു ഫാക്ടർ ചേഞ്ച് വരുമ്പോൾ അത് വേറെ ഒരു വേരിയബിളിനെ അഫക്റ്റ് ചെയ്യും. അതാണ് എക്സ്ട്രീനിയസ് വേരിയബിൾ. മെയിനായിട്ട് നമ്മൾ റിസർച്ചിന് ആ വേരിയബിൾ കാണില്ല, പക്ഷെ അത് റിസർച്ചിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു വേരിയബിളായി മാറും. അതാണ് എക്സ്ട്രീനിയസ് വേരിയബിൾ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 22. ദ മോഡൽ ക്ലാസ് ഈസ് എ ക്ലാസ് വിത്ത് ഡാഷ് ഫ്രീക്വൻസി. മോഡൽ ക്ലാസ് വിത്തിൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഓപ്ഷൻ എ ഹയസ്റ്റ് ഫ്രീക്വൻസി ആയിരിക്കും. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 23. ദ സർവേ ഈസ് എ നോൺ എക്സ്പെരിമെൻ്റൽ ഡാഷ് റിസർച്ച് മെത്തേഡ്. സർവേ എന്ന് പറയുന്നത് നോൺ എക്സ്പെരിമെൻ്റൽ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് മെത്തേഡാണ്. നോൺ ഡിസ്ക്രിപ്റ്റീവ് അല്ല, സർവേ പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് മെത്തേഡാണ്. ആൻഡ് ദ ക്വസ്റ്റ്യൻ നമ്പർ 24. മോഡ് ക്യാൻ ബി യൂസ്ഡ് ആസ് സെൻട്രൽ ലൊക്കേഷൻ ഫോർ. മോഡ് എന്ന് പറയുന്നത് സെൻട്രൽ ലൊക്കേഷനായിട്ട് എവിടേക്ക് യൂസ് ചെയ്യാൻ പറ്റും? ഓപ്ഷൻ എ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ, ഓപ്ഷൻ ബി ക്വാളിറ്റേറ്റീവ് ഡാറ്റ, ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി, ഓപ്ഷൻ ഡി നെയ്തർ എ നോർ ബി. ദ ആൻസർ ഈസ് ഓപ്ഷൻ സി, ബോത്ത് എ ആൻഡ് ബി. മോഡ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയിലും ക്വാളിറ്റേറ്റീവ് ഡാറ്റയിലും നമുക്ക് സെൻട്രൽ ലൊക്കേഷനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ദ ക്വസ്റ്റ്യൻ നമ്പർ 25. മോഡ് ക്വാണ്ടിറ്റേറ്റീവ്ലി ഡിസ്ക്രൈബ്. മോഡ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ്ലി എന്തിനാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? മോഡ് എന്ന് പറയുന്നത് എന്താണ്? ഹയസ്റ്റ് റിപ്പീറ്റിംഗ് വാല്യൂ ആണ്. സോ അത് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഫാഷൻ ഓർ ട്രെൻഡ് ഓഫ് ദ പീരിയഡ്. അതായിരിക്കും എന്ത്? മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് വരും. ഒരു പീരിയഡിൽ ഫാഷൻ അല്ലെങ്കിൽ ട്രെൻഡ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. സോ മോസ്റ്റ് റിപ്പീറ്റിംഗ് ആയിരിക്കും. അതാണ് മോഡ് ക്വാണ്ടിറ്റേറ്റീവ്ലി ഡിസ്ക്രൈബ് ചെയ്യണത്. And the question number 26. The dash is less sensitive to extreme score than the dash. Option A, median, mean. Option B, mean, median. Option C, mode, median. Option D, none of this. The answer is option A, median, mean. The median is less sensitive to extreme scores than mean. Median വന്ന് മീനിനെക്കാളും ലെസ് സെൻസിറ്റീവ് ആണ്. ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 27 ഒരു അസേർഷൻ റീസണിങ് ക്വസ്റ്റ്യൻ ആണ്. അസേർഷനിൽ പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഒറിജിൻ. റീസൺ എന്താണ്? ദ വാല്യൂ ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ റിമെയിൻസ് ദ സെയിം ഇഫ് ഇൻ എ സീരീസ് ഈച്ച് ദ ഒബ്സർവേഷൻ ഈസ് ഇൻക്രീസ്ഡ് ഓർ ഡിക്രീസ്ഡ് ബൈ എ കോൺസ്റ്റൻറ്റ് ക്വാണ്ടിറ്റി. റീസണിൽ പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷനിൽ ഓരോ ക്വാണ്ടിറ്റിയും സെയിം പ്രപ്പോർഷനിൽ ഇൻക്രീസ് ചെയ്താലും ഡിക്രീസ് ചെയ്താലും സ്റ്റാൻഡേർഡ് ഡീവിയേഷനിൽ ചേഞ്ച് വരില്ല എന്നാണ്. അത് കാരണമാണ്
സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഒറിജിൻ എന്ന് പറയുന്നത്. സോ അസേർഷനിൽ പറഞ്ഞതിൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷനാണ് നമുക്ക് റീസണിൽ കിട്ടിയിരിക്കുന്നത്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി, ബോത്ത് എ ആൻഡ് ആർ ട്രൂ ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 28. അൺബയാസ്ഡ് എറർ ഈസ് നോൺ ആസ് നോൺ ക്യുമുലേറ്റീവ് എറർ. അൺബയാസ്ഡ് എററിനെ നമ്മൾ നോൺ ക്യുമുലേറ്റീവ് എറർ എന്ന് പറയും. ഇത് ട്രൂ ആണോ ഫോൾസ് ആണോ പാർഷ്യൽ ട്രൂ ആണോ നൺ ഓഫ് ദീസ് ആണോ? ദ ആൻസർ ഈസ് ഓപ്ഷൻ എ, ട്രൂ. അൺബയാസ്ഡ് എററിനെ നമ്മൾ നോൺ ക്യുമുലേറ്റീവ് എറർ എന്നും പറയും. ദെൻ 29th ക്വസ്റ്റ്യനും ഒരു അസേർഷൻ ആൻഡ് റീസണിങ് ക്വസ്റ്റ്യൻ ആണ്. അസേർഷൻ: മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി ആർ കോൾഡ് ആവറേജ് ഓഫ് ദ ഫസ്റ്റ് ഓർഡർ. Reason: measure of variation of dispersion are called average of second order. മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസിനെ നമ്മൾ ആവറേജ് ഓഫ് ഫസ്റ്റ് ഓർഡർ എന്ന് പറയും. മെഷർ ഓഫ് വേരിയേഷൻ ഓഫ് ഡിസ്പേർഷനെ നമ്മൾ ആവറേജ് ഓഫ് സെക്കൻഡ് ഓർഡർ എന്ന് പറയും. സോ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. പക്ഷേ അസേർഷന് തന്നതിൻ്റെ റീസൺ അല്ല ഓർ എക്സ്പ്ലനേഷൻ അല്ല നമുക്ക് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, ദാറ്റ് മീൻസ് റീസണിൽ തന്നിരിക്കുന്നത്. സോ ദ ആൻസർ ഈസ് ബോത്ത് എ ആൻഡ് ആർ ട്രൂ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 30. ക്ലാസ് വിത്ത് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ആസ്. ഒരു ഡാറ്റേൻ്റെ ക്ലാസ് വിത്ത് എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? ദ ആൻസർ ഈസ് ഓപ്ഷൻ എ, റേഞ്ച് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ക്ലാസ്സസ്. ക്വസ്റ്റ്യൻ നമ്പർ 31. ഡാഷ് സ്കെയിൽ ഇവൻറ്റ്സ് ഇൻ ഓർഡർ. ഏത് സ്കെയിലാണ് നമ്മൾ ഓർഡർ പ്രകാരം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ആൻസർ ഈസ് ഓർഡിനൽ സ്കെയിൽ. ഓർഡിനൽ സ്കെയിലാണ് നമ്മൾ ഇവൻറ്റ്സിന് ഓർഡർ പ്രകാരം ക്ലാസിഫൈ ചെയ്യണത്. ദെൻ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 32. എ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി മീൻസ്. ഒരു മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസിനെ നമ്മൾ എന്തെന്ന് പറയും? ഓപ്ഷൻ എ, ആൻ ആവറേജ് ഓഫ് എ ഡിസ്ട്രിബ്യൂഷൻ. ഓപ്ഷൻ ബി, എ സിംഗിൾ ഫിഗർ വിച്ച് ക്യാൻ ബി റിഗാർഡഡ് ആസ് എ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ഹോൾ ഡിസ്ട്രിബ്യൂഷൻ. ഓപ്ഷൻ സി, റെപ്രസെൻറ്റേറ്റീവ് ഓഫ് എ സെറ്റ് ഓഫ് ഡാറ്റ. ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി എബോവ്. ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി എബോവ്. മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസിനെ നമ്മൾ ആൻ ആവറേജ് ഓഫ് എ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. സിംഗിൾ ഫിഗർ വിച്ച് ക്യാൻ ബി റിഗാർഡഡ് ആസ് എ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ ഹോൾ ഡിസ്ട്രിബ്യൂഷൻ. ഒരു ഹോൾ ഡിസ്ട്രിബ്യൂഷനെ സിംഗിൾ വാല്യൂ റെപ്രസെൻ്റ് ചെയ്യുന്ന സിംഗിൾ വാല്യൂ എന്ന് നമ്മൾ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസിനെ പറയും. ആൻഡ് ഓപ്ഷൻ സി, റെപ്രസെൻറ്റേറ്റീവ് ഓഫ് എ സെറ്റ് ഓഫ് ഡാറ്റ. ഒരു സെറ്റ് ഓഫ് ഡാറ്റേൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആണെന്നും നമ്മൾ സെൻട്രൽ ടെൻഡൻസിനെ പറയും. സോ ദ ആൻസർ ഈസ് ഓൾ ഓഫ് ദി എബോവ്. Then question number 33. If the sample size increases, the sampling error. സാമ്പിൾ സൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ സാമ്പിളിംഗ് എറർ എന്തായിരിക്കും സംഭവിക്കുക? ഡിക്രീസ് ചെയ്യും. സാമ്പിൾ നമ്മൾ എത്ര കൂട്ടിയിട്ടുണ്ടോ അത്രയ്ക്ക് നമുക്ക് എറർ കുറഞ്ഞുകൊണ്ടേ വരും. And the question number 34. A graph of cumulative frequency distribution is called. Cumulative frequency distributionനെ നമ്മൾ ഗ്രാഫിൽ റെപ്രസെൻറ്റ് ചെയ്യും. സോ അതിൻ്റെ പേരാണ് ഒജീവ്. Question number 35. A questionnaire is a device that is most frequently used in collecting dash data. Questionnaire എന്ന് പറയുന്നത് നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ഡാറ്റ കളക്ട് ചെയ്യാനാണ് യൂസ് ചെയ്യുക? ഓപ്ഷൻ എ, സെക്കൻഡറി ഡാറ്റ. ഓപ്ഷൻ ബി, പ്രൈമറി ഡാറ്റ. ഓപ്ഷൻ സി, ബോത്ത്. ഓപ്ഷൻ ഡി, നൺ ഓഫ് ദിസ്. ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി, പ്രൈമറി ഡാറ്റ. പ്രൈമറി ഡാറ്റ കളക്ഷനിലാണ് നമ്മൾ ക്വസ്റ്റ്യനെയർ യൂസ് ചെയ്യുക. സെക്കൻഡറി ഡാറ്റ എന്ന് പറയുമ്പോൾ ഓൾറെഡി കളക്ട് ചെയ്ത് വെച്ച ഡാറ്റേനെ നമ്മൾ റിസർച്ചിന് യൂസ്ഫുൾ ചെയ്യണതാണ് സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 36. പാരാമീറ്റർ റെഫേഴ്സ് ടു ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡാഷ്. പാരാമീറ്റർ എന്ന് പറയുന്നത് ഏതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്? ഓപ്ഷൻ എ, പോപ്പുലേഷൻ. ഓപ്ഷൻ ബി, സാമ്പിൾ. ഓപ്ഷൻ സി, ബോത്ത്. ഓപ്ഷൻ ഡി, നൺ ഓഫ് ദിസ്. ദ ആൻസർ ഈസ് ഓപ്ഷൻ എ, പോപ്പുലേഷൻ. പോപ്പുലേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പാരാമീറ്റർ. സാമ്പിളിനെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയും. And the question number 37. The basis of using stratified sampling is the existence of strata such that each stratum is more dash within and dash from another stratum. Option A, homogeneous, heterogeneous. Option B, heterogeneous, homogeneous. Option C, similar, different. Option D, both A and C. എയിൽ ഹോമോജീനിയസ് ഹെട്രോജീനിയസ് ആണ്, സിയിൽ സിമിലർ ഡിഫറെൻ്റ് ആണ്. ഇത് രണ്ടിൻ്റെ മീനിങ് സെയിം ആണ്. സോ ദ ബേസിസ് ഫോർ യൂസിങ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് ഈസ് ദ എക്സിസ്റ്റൻസ് ഓഫ് സ്ട്രാറ്റ സച്ച് ദാറ്റ് ഈച്ച് സ്ട്രാറ്റം ഈസ് മോർ ഹോമോജീനിയസ് വിത്തിൻ ആൻഡ് ഫ്രം ഹെട്രോജീനിയസ് ഫ്രം അനദർ സ്ട്രാറ്റം. നമ്മൾ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിങ്ങിൽ യൂണിവേഴ്സിനെ നമ്മൾ സ്ട്രാറ്റയായിട്ട് ക്ലാസിഫൈ ചെയ്യും. സ്ട്രാറ്റ എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിനെ നമ്മൾ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുക? ഹോമോജീനിയസ് നേച്ചർ നോക്കിയിട്ടായിരിക്കും ക്ലാസിഫൈ ചെയ്യുക. സോ ഒരു ഗ്രൂപ്പിന് ഒരു പെർട്ടിക്കുലർ ക്യാരക്ടർ ആയിരിക്കും, അടുത്ത ഗ്രൂപ്പിന് വേറെ ഒരു പെർട്ടിക്കുലർ ക്യാരക്ടർ ആയിരിക്കും. സോ
വിത്തിൻ ദ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അവിടെ ഹോമോജീനസ് നേച്ചർ ആയിരിക്കും. ഈ ഗ്രൂപ്പിൽ നിന്ന് ആ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അവിടെ എന്തായിരിക്കും, അനദർ സ്ട്രാറ്റം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അവിടെ ഹെട്രോജീനസ് ആയിരിക്കും. സോ ദ ആൻസർ ഈസ് ബോത്ത് എ ആൻഡ് സി. ക്വസ്റ്റ്യൻ നമ്പർ 38. ഡാഷ് ക്വസ്റ്റ്യനേഴ്സ് കണ്ടെയ്ൻ ഡെഫിനിറ്റ്, കോൺക്രീറ്റ് ആൻഡ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഡെഫിനിറ്റ് ആയിട്ടും ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉള്ള ക്വസ്റ്റ്യനെയറിനെ നമ്മൾ എന്തെന്ന് പറയും? ഓപ്ഷൻ എ അൺസ്ട്രക്ചർഡ്, ഓപ്ഷൻ ബി സ്ട്രക്ചർഡ്, ഓപ്ഷൻ സി ക്ലോസ്ഡ് ഫോം, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി സ്ട്രക്ചർഡ് ക്വസ്റ്റ്യനെയറിനാണ് നമ്മൾ കോൺക്രീറ്റ് ആയിരിക്കും, അവിടെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും ആൻഡ് ഡെഫിനിറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അസേർഷൻ ആൻഡ് റീസണിങ് ആണ്. അസേർഷനിൽ പറയുന്നത് പ്രൈമറി ഡാറ്റ ഈസ് ഒറിജിനൽ ഇൻ ക്യാരക്ടർ. പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത് ഒറിജിനൽ ക്യാരക്ടറുള്ള ഡാറ്റയായിരിക്കും. റീസണിൽ പ്രൈമറി ഡാറ്റ ഈസ് വൺ വിച്ച് ഈസ് കളക്റ്റഡ് ബൈ ദ ഇൻവെസ്റ്റിഗേറ്റർ ഹിംസെൽഫ് ഫോർ ദ പർപ്പസ് ഓഫ് എൻക്വയറി. നമ്മുടെ റിസർച്ചറിൻ്റെ പർപ്പസിന് വേണ്ടി റിസർച്ച് തന്നെ കളക്ട് ചെയ്യുന്ന ഡാറ്റയാണ് പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി, ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. കറക്റ്റാണ്. കാരണം പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത് ഒറിജിനൽ ഡാറ്റയാണ്. കാരണം റിസർച്ചർ തന്നെ അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റിഗേഷന് വേണ്ടി ഡയറക്റ്റായിട്ട് കളക്ട് ചെയ്യുന്ന ഡാറ്റയാണ്. സോ അത് കാരണം അത് ക്യാരക്ടർ വൈസ് ഒറിജിനൽ ആയിരിക്കും. ആൻഡ് ദ 40th ക്വസ്റ്റ്യൻ, എറർ ഈസ് പോസിറ്റീവ്. ഒരു സാമ്പിളിങ് ചെയ്യുമ്പോൾ നമുക്ക് എറർ വരില്ലേ? സോ ആ എറർ പോസിറ്റീവ് ആയിരിക്കുന്നത് എപ്പോഴാണ്? ഓപ്ഷൻ എ ആക്ച്വൽ വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ എസ്റ്റിമേറ്റഡ് വാല്യൂ, ഓപ്ഷൻ ബി ആക്ച്വൽ വാല്യൂ ഈസ് ലെസ് ദാൻ എസ്റ്റിമേറ്റഡ് വാല്യൂ, ഓപ്ഷൻ സി ആക്ച്വൽ വാല്യൂ ഈസ് ലെസ് ദാൻ റിലേറ്റീവ് വാല്യൂ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബോവ്. ദ ആൻസർ ഈസ് ഓപ്ഷൻ എ. ആക്ച്വൽ വാല്യൂ വന്ന് എസ്റ്റിമേറ്റഡ് വാല്യൂവിനേക്കാളും കൂടുമ്പോഴാണ് അവിടെ എറർ നമുക്ക് പോസിറ്റീവായിട്ട് കിട്ടണത്. And the next question 41. Dash is the process of summarizing raw data and displaying it in a compact form for the further analysis. ഒരു റോ ഡാറ്റേനെ നമ്മളൊരു സമ്മറൈസ്ഡ് ഫോമായിട്ട് ചെയ്തിട്ട് അതിനെ ഫർദർ അനാലിസിസിന് വേണ്ടി പ്രസൻറ്റ് ചെയ്യണ, ഡിസ്പ്ലേ ചെയ്യണ മെത്തേഡാണ് എന്ത്? ഓപ്ഷൻ എ ക്ലാസിഫിക്കേഷൻ, ഓപ്ഷൻ ബി കോഡിംഗ്, ഓപ്ഷൻ സി ടാബുലേഷൻ, ഓപ്ഷൻ ഡി എഡിറ്റിംഗ്. ദ ആൻസർ ഈസ് ഓപ്ഷൻ സി ടാബുലേഷൻ. ടാബുലേഷൻ ആണ് നമ്മൾ റോ ഡാറ്റേനെ കോമ്പാക്ട് ഫോമായിട്ട് ഡിസ്പ്ലേ ചെയ്ത് വയ്ക്കുന്നത് ഫോർ ഫർദർ അനാലിസിസ്. ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ്. അപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത് ഏതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്? സാമ്പിളിൻ്റെ. ആൻഡ് പാരാമീറ്റർ എന്ന് പറയുന്നത് യൂണിവേഴ്സ് ഓർ പോപ്പുലേഷൻ്റെ ആണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ. Statistic is a characteristics of a sample and parameter is a characteristics of a universe. Question number 43. Dash method is used for statistical quality control. Statistical quality controlന് വേണ്ടി നമ്മൾ ഏത് മെത്തേഡാണ് യൂസ് ചെയ്യാം? ഓപ്ഷൻ എ സീക്വൻഷ്യൽ സാമ്പിളിംഗ്, ഓപ്ഷൻ ബി സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ്, ഓപ്ഷൻ സി ക്ലസ്റ്റർ സാമ്പിളിംഗ്, ഓപ്ഷൻ ഡി സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്. ദ ആൻസർ ഈസ് ഓപ്ഷൻ എ സീക്വൻഷ്യൽ സാമ്പിളിംഗ്. Question number 44. Dash is the most common measure of central tendency. Most common measure of central tendency നമുക്ക് അറിയാം, mean ആണ് most common measure of central tendency. Then the question number 45. Non-sampling error occur at the time of. Non-sampling error എന്ന് പറയുന്നത് എപ്പോഴാണ് ഉണ്ടാവുക? ഓപ്ഷൻ എ ഒബ്സർവേഷൻ, ഓപ്ഷൻ ബി അപ്രോക്സിമേഷൻ, ഓപ്ഷൻ സി പ്രോസസ്സിംഗ് ഓഫ് ഡാറ്റ, ഓപ്ഷൻ ഡി all of this. The answer is option D, all of this. നോൺ സാമ്പിളിംഗ് എറർ എന്ന് പറയുന്നത് ഒബ്സർവേഷൻ ടൈമിലും അപ്രോക്സിമേഷൻ ടൈമിലും പ്രോസസ്സിംഗ് ഓഫ് ഡാറ്റ സമയത്തും നമുക്ക് ഒക്കർ ചെയ്യും. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 46. ഇൻ ടേബിൾ ദ വേർഡിങ്സ് ഓഫ് സ്റ്റബ്സ് ക്യാപ്ഷൻ ഷുഡ് ബി. ഒരു ടേബിൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ സ്റ്റബും ക്യാപ്ഷൻസും എങ്ങനെ ഉണ്ടാവണം? ഓപ്ഷൻ എ ആസ് ഡീറ്റെയിൽഡ് ആസ് പോസിബിൾ, ഓപ്ഷൻ ബി ആസ് ബ്രീഫ് ആസ് പോസിബിൾ, ഓപ്ഷൻ സി ടു ദ പോയിന്റ്, ഓപ്ഷൻ ഡി ബോത്ത് ബി ആൻഡ് സി. ഹിയർ ദ ആൻസർ ഈസ് ബോത്ത് ബി ആൻഡ് സി ആണ്. ബ്രീഫ് ആയിരിക്കണം ആൻഡ് ടു ദ പോയിന്റിന് അനുസരിച്ചായിരിക്കണം. ആൻഡ് ദ ക്വസ്റ്റ്യൻ നമ്പർ 47. ജെൻഡർ സ്റ്റഡീസ് റിലേറ്റഡ് വിത്ത് മോർ ദാൻ 2 വേരിയബിൾസ് ഇറ്റ് ഈസ് ടേംഡ് ആസ് ഡാഷ് അനാലിസിസ്. 2 or more വേരിയബിൾസ് വെച്ച് നമ്മൾ അനാലിസിസ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? ഓപ്ഷൻ ബി മൾട്ടിവറേറ്റ് അനാലിസിസ് എന്ന് പറയും. ബൈവറേറ്റ് എന്ന് പറയുന്നത് 2 വേരിയബിൾസ് വെച്ച് അനലൈസ് ചെയ്യുന്നതും ദെൻ യൂണി മോഡൽ എന്ന് പറയുന്നത് ഒരു വേരിയബിൾ വെച്ച് അനലൈസ് ചെയ്യുന്നത് ഓർ യൂണി ഡയമെൻഷണൽ എന്നും നമ്മൾ പറയും. ആൻഡ് ദ ക്വസ്റ്റ്യൻ നമ്പർ 48. നോട്ട് റിജക്റ്റിംഗ് നൾ ഹൈപ്പോത്തസിസ് വെൻ ഇറ്റ് ഈസ് ഫോൾസ്. നൾ ഹൈപ്പോത്തസിസ് ഫോൾസ് ആണെങ്കിലും നമ്മൾ അതിനെ റിജക്റ്റ് ചെയ്യില്ല. അത് ഏത് ടൈപ്പ് ഓഫ് എറർ ആണ്?
ഓപ്ഷൻ ബി ടൈപ്പ് 2 എറർ ആണ്. നോട്ട് റിജക്റ്റിംഗ് നൾ ഹൈപ്പോത്തസിസ് വെൻ ഇറ്റ് ഈസ് ഫോൾസ്. ടൈപ്പ് 1 എറർ എന്ന് പറയുന്നത് റിജക്റ്റിംഗ് ദ നൾ ഹൈപ്പോത്തസിസ് വെൻ ഇറ്റ് ഈസ് ട്രൂ. Then the question number 49, dash report is a report prepared for a layman. ലേമാന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന റിപ്പോർട്ടിനെയാണ് നമ്മൾ പോപ്പുലർ റിപ്പോർട്ട് എന്ന് പറയണത്. Then the question number 50, a dash is a list of the source used by the researcher to get information for the research report. റിസർച്ച് റിപ്പോർട്ടിൻ്റെ ഇൻഫോർമേഷൻ കിട്ടാൻ വേണ്ടി റിസർച്ചർ ഒരു സോഴ്സസിൻ്റെ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യും. ആ ലിസ്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ബിബ്ലിയോഗ്രാഫി. സോ നമ്മൾ ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക് ആൻഡ് റിസർച്ച് മെത്തഡോളജിയിൽ തിയറി പോർഷൻസും കവർ ചെയ്തു ആൻഡ് 50 ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസും കവർ ചെയ്ത് കഴിഞ്ഞു. സോ ഈ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു വെച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ്. Stay home, stay safe, stay learned. Thank you.